ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവാറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഹമാസ് അംഗങ്ങൾക്ക് യഹിയ സിൻവാർ നിർദ്ദേശം നൽകുന്ന വീഡിയോ ആണ് അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത്. റഫയിലെ താൽക്കാലിക വസതിയിലേക്ക് സിൻവാർ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വടി കുത്തിപ്പിടിച്ചാണ് സിൻവാർ ഇതിൽ നടക്കുന്നത്. ഒരു പുതപ്പ് കൊണ്ട് തലയടക്കം മൂടിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച വീഡിയോ ആണിതെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേൽ സൈന്യം നേരത്തെ ഇവിടെ റെയ്ഡ് നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ സമയത്ത് സിൻവാർ അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒക്ടോബറിലാണ് സിൻവാർ കൊല്ലപ്പെട്ടത്. സിൻവാറിന്റെ അവസാന നിമിഷങ്ങളുടെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ സിൻവാർ ഇരിക്കുന്നതും കണ്ണു മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണികൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരിക്കുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ട്. DNA പരിശോധനാ ഫലം പുറത്തുവന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് സിൻവാർ തന്നെയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹിയ സിൻവാർ ആയിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ 2024 ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് പിൻഗാമിയായി സിൻവാറിനെ അവരോധിച്ചത്. ഗാസ ആസ്ഥാനമായാണ് കാലങ്ങളായി സിൻവാർ പ്രവർത്തിച്ചിരുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ നടത്തിയ ഏറ്റുമുട്ടലിൽ തിരിച്ചറിയപ്പെടാത്ത 3 പേരെ വധിച്ചുവെന്നും അതിൽ ഒരാൾ ഹമാസ് തലവൻ യഹിയ സിൻവാർ ആണെന്നും അഭ്യൂഹം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിന്നുമാണ് പുറം ലോകം അറിയുന്നത്. ഇരുപക്ഷവും റഫയിലെ കെട്ടിടത്തിൽ ഏറ്റുമുട്ടുകയായിരുന്നുവെന്നും പിന്നീട് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യഹിയ സിൻവാറിനോട് സാദൃശ്യമുള്ളയാളുടെ മൃതദേഹം കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ അവസരത്തിൽ കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയുക എളുപ്പമല്ല എന്നും സ്ഥിരീകരണത്തിനായി പരിശോധന നടത്തണമെന്നും ഫോഴ്സ് അന്ന് പറഞ്ഞിരുന്നു. തുടർന്നാണ് DNA പരിശോധന നടത്തി കൊല്ലപ്പെട്ടത് സിൻവാർ തന്നെയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. തിന്മയുടെ മുഖം എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ 22 വർഷം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 സിൻവാർ ജയിലിൽ നിന്നും മോചിതനായത്. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിന്മേലുള്ള ഖാൻ യൂനസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം. 2015 സിൻവാറിനെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു.